പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല കൂട്ട് വെച്ച് മീൻ പൊരിച്ചത് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പമായിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് രുചിയാട്ടോ. ആദ്യം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 കാന്താരി. എരിവിനനുസരിച്ച് കാന്താരിയുടെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയും ഒരു സവോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. കുച്ചുള്ളി ഉണ്ടെങ്കിൽ അതിടാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കരുത്. ഓയിലിനകത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നമ്മുടെ സാധാരണ വിനാഗിരി. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് അയല മീനാട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനിലേക്ക് മസാല എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് പുതിന ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. കറിവേപ്പിലയുടെ മേളിൽ വേണം കേട്ടോ ഈ ഒരു മീൻ നിരത്തി കൊടുക്കാനായിട്ട്. ഇനിയും എല്ലാ മീനിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല പുരട്ടി കൊടുക്കാം. ഇതിപ്പം ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് ആ ഒരു സൈഡിൽ മസാല പുരട്ടി കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ വളരെ ടേസ്റ്റിയായ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് രുചിയാട്ടോ ഇതിന്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.